മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം ബിരിയാണികൾ അല്ലെങ്കിൽ പലതരം റൈസുകൾ നമ്മൾ മാജിക് അവനിലൂടെ കണ്ടിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പലതരമാണ്. അപ്പോൾ നമ്മൾ എത്ര നാടൻ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് രണ്ടാമത്തെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ പറയും ചൈനീസ് വിഭവങ്ങളൊക്കെ നല്ലതല്ലേ. നമ്മളൊരു ഹോട്ടലിൽ ചെന്നാലും ഓർഡർ ചെയ്യുന്നത് ചൈനീസ് ഐറ്റമാണ്. പക്ഷേ നമ്മൾ ആരും കഴിക്കുന്നത് ഒറിജിനൽ ചൈനീസ് വിഭവങ്ങളൊന്നും അല്ല. കുറച്ച് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ രുചി ഭേദങ്ങൾക്കനുസരിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ചൈനീസ് വിഭവങ്ങൾ തന്നെയാണ്. എന്തായാലും ചൈനീസ് ഫ്രൈഡ് റൈസ് വ്യത്യസ്തമായ രീതിയിൽ പലതരം ഫ്രൈഡ് റൈസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആമുഖത്തിൽ നിന്നും എന്ത് മനസ്സിലായി? ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ പേര് നമ്മൾ എന്താ പറയുക, ഇതൊരു നോൺ വെജ് ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം. കാര്യം ഇതിൽ സോസേജ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ചിക്കൻ സോസേജ്. അപ്പോൾ ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ്, അപ്പം സോസേജ് ഫ്രൈഡ് റൈസ് എന്ന ഇതിന് പേര് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സോസേജ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണി അരി 2 കപ്പ് വേവിച്ചെടുത്തത്, ഏകദേശം 8 കപ്പ് വേവിച്ച ചോറ്, ചിക്കൻ സോസേജ് കഷ്ണങ്ങളായി മുറിച്ചത് 2 കപ്പ്, ഏകദേശം 200 ഗ്രാം, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം 1 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 1 വലുത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1/4 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, തരിതരിപ്പായി പൊടിച്ച കുരുമുളക് 2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂൺ, വെണ്ണ 1 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഒണിയൻ 1/4 കപ്പ്. ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ്. ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ആദ്യം ഇതിൽ കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം എണ്ണ, വെളിച്ചെണ്ണ പാടില്ല, റിഫൈൻഡ് ഓയിൽ. ഇപ്പോൾ ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ എണ്ണയും ഒരല്പം വെണ്ണയും കൂടി ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കണം. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് എണ്ണ, 2 ടേബിൾ സ്പൂൺ എണ്ണ, അതിനോടൊപ്പം കുറച്ച് വെണ്ണ, 1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ചേർക്കാം. എണ്ണയും വെണ്ണയും കോമ്പിനേഷൻ. അപ്പോൾ എണ്ണ വെണ്ണ മിശ്രിതം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. അപ്പം ഇനി ഇതൊന്ന് നിറം മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. വാടി ഒന്ന് ചെറുതായി നിറം മാറാൻ തുടങ്ങുന്നൊരു സ്റ്റേജ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം, എന്താണ് ആ കാര്യം? ഇതിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ ആദ്യം ചേർക്കാൻ പോകുന്നത് സോസേജാണ്. സോസേജ് ചേർത്ത് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാള ചേർക്കുന്നത്. എല്ലാം ഒരു വ്യത്യാസമാണ്. അപ്പോൾ മണം വന്നു. ഇനി എന്താണ്, ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് കയറി നന്നായിട്ട് വാടിക്കഴിഞ്ഞു. സോസേജ്, കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ്. സോസേജ് ഒന്ന് ചെറുതായിട്ട് ഇതിനകത്തിട്ട് ഇങ്ങനെ വഴട്ട് കളയാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങളോടുകൂടി. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ എന്താ പറയുക, ഈ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സോസേജ് ഇങ്ങനെ ഫ്രൈ ആകുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്തമായ മണമാണ്. പിന്നെ സോസേജിലൊക്കെ ഇങ്ങനെ ശരിക്കും നല്ലതായിട്ട് കുരുമുളകും ഗാർലിക്കിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കയറും. ഇതൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. സോസേജൊക്കെ ഇങ്ങനെ വലിയ വലിയ പീസസായി മാറിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ശരിക്കും എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ മൂത്ത് തുടങ്ങി, സോസേജിൻ്റെയും കൂടെ ഒരു മണം വന്നു തുടങ്ങി, ഒരു നോൺ വെജ് മണം. ഇനി എന്താണ്, ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാള, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇപ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. സവാളയുടെ കഷ്ണങ്ങൾ ചേർത്ത്. അപ്പോൾ ഇനി സവാളയും കൂടി ഒന്ന് വാടണം. അപ്പോൾ സവാള ചെറുതായി വാടിക്കഴിഞ്ഞു. ഇനി എന്താണ്, ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം, അതിൻ്റെ അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ട് ക്യാപ്സിക്കവും ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. അപ്പോൾ കളേഴ്സ് ഇങ്ങനെ കൂടി വരികയാണ്. ഒരു പിങ്ക് കളർ നമ്മുടെ സവാളയുടെ, അതൊരു വെള്ള എന്ന് പറയാം, വൈറ്റ് ആൻഡ് പിങ്ക്. പിന്നെ പച്ച കളർ ക്യാപ്സിക്കം. ഇനിയൊരു കളർ വരുന്നുണ്ട്, അതാണ് ടൊമാറ്റോ. ടൊമാറ്റോയുടെ കളറും കൂടി വന്നോട്ടെ. ഇതെല്ലാം ഇനി പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. ഇനി നമ്മൾ കുറച്ച് സോസ് ഐറ്റംസ് ചേർക്കാൻ പോവാണ്. ടൊമാറ്റോ സോസ് ഒരു 2 വലിയ സ്പൂൺ,
ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല കുമിച്ചെടുക്കുക, ഹീപ്ഡ് ടേബിൾ സ്പൂൺ. പിന്നെ സോയാ സോസ് എല്ലാവർക്കും അറിയാമല്ലോ, കറുത്ത സോസാണ്, ചൈനീസ് വിഭവങ്ങളൊക്കെ ചേർക്കുന്നതാണ്. 1 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ. പിന്നെ വേണ്ടത് ചില്ലി സോസ്, അത് പച്ച കളറിലും കിട്ടും, റെഡ് കളർ ചുമന്ന കളറിലും കിട്ടും. അത് ഏതാണ്ടൊരു 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളും കൂടി ചേർക്കുന്നു. ഈ സോസുകളുടെയൊക്കെ ഒരു പച്ചമണം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അതും കൂടി ഒന്ന് വഴണ്ട് വരണം. ഒരു എന്താ പറയുക, റോ ടേസ്റ്റ് അതൊന്ന് മാറണം. ഇപ്പോൾ നല്ലൊരു കുഴഞ്ഞ ഭാഗത്തിലൊരു സോസേജ് ഫ്രൈ പോലെ ആയിക്കഴിഞ്ഞു. സോസേജ് ഇങ്ങനെ കഴിക്കാൻ തന്നെ എന്താ സ്വാദം അറിയാം. ഈ ഒരു രൂപത്തിൽ ചൈനീസ് സോസേജ് ആക്കിയത് മാറ്റാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം. കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടി ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഏകദേശം ആദ്യമേ തന്നെ ചേർത്ത് കഴിഞ്ഞു. ഇനി 1 ടീസ്പൂൺ കൂടുതൽ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളായി. ഇനി വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഉപ്പിനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ വേണമെങ്കിൽ ചേർക്കാം. റൈസെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും സോസ് എല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസായി മാറാൻ പോകുന്ന കാര്യങ്ങൾ. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഇനി മിക്സിങ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു മിക്സിങ് കഴിഞ്ഞിട്ട് ബാക്കി ചോറും കൂടി ചേർക്കാം. എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും യോജിച്ച് കിട്ടണം. ഇപ്പം നല്ല ചോറ് നല്ല തണുത്തിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. നേരത്തെ വേവിച്ച് വെച്ചതല്ലേ, പറ്റുമെങ്കിൽ അത് വേവിച്ച് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിലും നല്ലത്, താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. പക്ഷേ ഇപ്പോൾ ആ റൈസ് നന്നായിട്ട് ഇനി ചൂടാകണം. ഈ അടുപ്പിൽ കടന്ന് തന്നെ ഈ ചൂടിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാക്കാം. അങ്ങനെ അത് ഫ്രൈഡ് റൈസ് ആയിട്ട് മാറും. സോസേജ് ഫ്രൈഡ് റൈസ്. ഇനി എന്താണുള്ളത്? ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരല്പം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പ് ഇനി ഉണ്ടോയെന്ന് ഇനി വേണമെങ്കിലും പരിശോധിക്കാം. ഇച്ചിരി പഞ്ചസാര. പിന്നെ അജിനോമോട്ടോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ടേസ്റ്റ് മേക്കർ. അതിൽ കുറഞ്ഞുള്ള ടേസ്റ്റ് മതി നമ്മൾക്ക്, പോരെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഉപ്പ്, പഞ്ചസാര, ഈ രണ്ട്. പഞ്ചസാര ഒരു ബാലൻസിങ് ആക്റ്റാണ് ശരിക്കും പറഞ്ഞത്. പഞ്ചസാര ഇടുന്നത് എല്ലാത്തിൻ്റെയും രുചി ഒരുപോലെ ഒന്ന് ക്രമീകരിക്കാൻ. പിന്നെ ഇതിനാവശ്യത്തിനുള്ള എരിവുണ്ടാകും. കാര്യം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൽ കയറിക്കഴിഞ്ഞു. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇനിയും ചേർക്കാം. പക്ഷേ അത് മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആ ചൂട് വരണം. എല്ലാം ആയിക്കഴിഞ്ഞു. ശരിക്കും നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞു എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ റൈസ് നല്ല ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റ് എന്താ ചേർക്കാൻ പോകുന്നത്? കുറച്ച് സ്പ്രിംഗ് ഒണിയൻ. ചെറിയ ഉള്ളി താഴെ വരും, അതിനോടൊപ്പം കുറച്ച് ഇല. സ്പ്രിംഗ് ഒണിയൻ ലാസ്റ്റ് സ്റ്റേജാണ്. അത് കുറച്ചിവിടെ ഇടാം, ബാക്കി നമുക്ക് അലങ്കാരത്തിനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടെ കളർഫുള്ളായി പച്ച, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച കളർ. അങ്ങനെ നമ്മളുടെ സോസേജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. എന്ത് എളുപ്പമല്ലേ ഞാൻ ചെയ്തത്. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സോസേജ് ഫ്രൈഡ് റൈസ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞ് അലങ്കാരമാകാം അല്ലേ, ചെറുത്ത്. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞത്, അതെൻ്റെ മുകളിലായിട്ട്. ശരിക്കും ഇതൊരു ഓറഞ്ച് കളറിലെ ഒരു ഫ്രൈ, ലൈറ്റ് ഓറഞ്ച് കളർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സോസേജിൻ്റെ പീസസ് ഇങ്ങനെ കിടക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പ്രോൺസ് കിടക്കുന്ന പോലെ ഇരിക്കും. ശരിക്കും അത് പ്രോൺസ് അല്ല, സോസേജാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഇതിനകത്ത് മൾട്ടി കളേർഡ് സാധനങ്ങൾ എന്തൊക്കെയാണ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ ഈ സോസേജും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് സ്പൈസിയാണ്, കാര്യം കുരുമുളക് പൊടി ആവശ്യത്തിനുണ്ട്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.